ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം ഡേ ആണ് കേട്ടോ. നമ്മുടെ അനിയനാണ് മുരുകനായിട്ട് നിൽക്കുന്നത്. അവനെ വിളിക്കാൻ കൊട്ടിയത്ത് പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ കൊട്ടിയത്ത് അവനെ വിളിച്ചിട്ട് വന്നുടങ്ങി ഒരുങ്ങി റെഡിയായി. പിന്നെ നമ്മൾ പൈസയൊക്കെ ഇങ്ങനെ തലയിൽ ഒഴിഞ്ഞ് അമ്പലത്തിലിട്ടിട്ടാണ് കേട്ടോ പോകാറ്. ഞങ്ങൾ എല്ലാ പ്രോഗ്രാമിനും അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഈ സീസണിലെ ഫസ്റ്റ് പ്രോഗ്രാമാണ് ഞങ്ങളുടെ 2ാം വർഷമാണിത്. അപ്പം ഞങ്ങൾ പ്രോഗ്രാമിന് പിന്നെ നേരെ വണ്ടിയിൽ കയറി പിന്നെ ഓയിലായിരുന്നു നമുക്ക് പ്രോഗ്രാമിന് ചെന്നു. പിന്നെ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. പ്രോഗ്രാമൊക്കെ നല്ല രീതിക്ക് പിള്ളേർ കളിച്ചു, നല്ല എനർജിക്കായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമും നല്ല അഭിപ്രായമായിട്ടാണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് അതേ സ്വീകരണം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ വർഷവും ഞങ്ങൾക്ക് പിള്ളേർ തൂക്കി ഈ വർഷവും. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കമ്മിറ്റിക്കാർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഹാപ്പിയോടെയാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം ഓരോ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ട് അത് വിജയിക്കുമ്പോൾ ആൾക്കാരെ നല്ല അഭിപ്രായമൊക്കെ കിട്ടുക, പിന്നെ പിള്ളേർക്ക് നല്ല സപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ അത് സന്തോഷമാണല്ലോ. അപ്പോൾ അവർക്ക് അതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഈ നിൽക്കുന്ന കുരിപ്പില്ലേ, ഈ കുരിപ്പ് ഇന്ന് സത്യം പറഞ്ഞ് ഇന്നത്തെ താരമായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ദേവിയായിരുന്നു കേട്ടോ ഈ സാധനം. കഴിഞ്ഞ വർഷം ഇവളായിരുന്നു ഞങ്ങളെ ദേവിയായിട്ട് നിന്നത്. ഈ പ്രാവശ്യം ആൾ ഞങ്ങളെ കൂടെ ഡാൻസിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ അരങ്ങേറ്റമായിരുന്നു എന്ന് പറയാം ഡാൻസില്ലേ. കാരണം ആൾ ദേവിയായിട്ടായിരുന്നു നിന്നിരുന്നത്. ഇപ്പോൾ ഈ വർഷം ആൾ പ്രമോഷൻ കിട്ടി ഡാൻസിലോട്ടായി. അപ്പം ഈ പ്രാവശ്യം ആളങ്ങ് തൂക്കി. ഫസ്റ്റ് പ്രോഗ്രാം ആൾ തൂക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ പിന്നെന്നാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് പിന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ക്യാഷ് കൊണ്ട് കുത്തില്ലേ, നമ്മൾ അതിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതൊക്കെ കിട്ടി. പിള്ളേർ അടിച്ച് തിമിർക്കാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ പൈസ ഇങ്ങനെ കൊണ്ട് കുത്തി കൊടുക്കില്ല, അതിനെയാണ് കേട്ടോ നമ്മൾ പിന്നെന്ന് പറയുന്നത്. അപ്പം അതിന്ന് ഒരുപാട് നേടിയ കുരിപ്പാണ് നിന്ന് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ആൾക്ക് കുറേ ദിവസം ഐസ്ക്രീം വാങ്ങാനുള്ളതായില്ലേ, അതിൻ്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. അപ്പം സംഭവം അടിപൊളിയായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാമൊക്കെ പിള്ളേർ തൂക്കി നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷവും ആഹ്ലാദമൊക്കെയാണ് ഈ കാണുന്നത്. വീട്ടിൽ വന്നിട്ടും വണ്ടി വിടാൻ പിള്ളേർ തയ്യാറാവുന്നില്ല ഗൈസ്. പിള്ളേർ വിടാതെ പാട്ടിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര സന്തോഷമാണ് പിള്ളേർക്ക്. അപ്പം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ കസിൻസിൻ്റെ ഓരോ വീഡിയോയ്ക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ കൈകൊട്ടിക്കളി വീഡിയോ, ഞങ്ങളുടെ കസിൻസിൻ്റെ വീഡിയോയും ഞങ്ങളുടെ ഫാമിലി വീഡിയോ ഇട്ടൊക്കെ ഞങ്ങൾ